Hi students, inverse trigonometric functions ന്റെ 2011 മുതൽ 2020 വരെ മാർച്ച് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 1 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചിലപ്പോൾ 4 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2011 മാർച്ചിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് cos x divided by 1 - sin x equal to π/4 plus x/2. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്, നമ്മളിത് ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ ചെയ്യുകയാണ്. കോസ് ഇൻവേഴ്സ് -1/2 y എന്ന് കൊടുത്തു. അപ്പോൾ കോസ് വൈയുടെ വാല്യൂ എന്ത് കിട്ടും? -1/2 കിട്ടും. അപ്പോൾ കോസ് എന്ന് പറയുന്നത് മൈനസ് ആയി കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? കോസിന്റെ വാല്യൂ മൈനസ് വരുന്ന ഏതിലാണ്? കോസ് വൈ ഈസ് നെഗറ്റീവ് ഇൻ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രന്റ്. അപ്പം ഇനി എന്ത് വേണം? അതിൽ വൈയുടെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. വൈയുടെ വാല്യൂസ് ഏതൊക്കെ വരും? π - തീറ്റയും മൈനസ് ഓഫ് π - തീറ്റയും വരും. ഇവിടെ കോസ് എന്ന് പറയുന്നത് ഏതാണ് വന്നിരിക്കുന്നത്? 1/2 ആണ് വരുന്നത്. കോസിന്റെ ഏത് ആംഗിളിനാണ് 1/2 കിട്ടുന്ന വാല്യൂ? π/3ക്കാണ്. അപ്പം ഏതൊക്കെ വരും? വൈയുടെ വാല്യൂസ് π - π/3യും അല്ലെങ്കിൽ മൈനസ് ഓഫ് π - π/3യും വരും. ഇനി എന്താണ് നോക്കേണ്ടത്? ഈ കിട്ടുന്ന വൈ വാല്യൂ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം? കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലായിരിക്കണം. കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഏതാണ്? കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് 0π ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ 0π ആണ്. ഇവിടെ കിട്ടിയ ആൻസർ π - π/3 എന്ന് പറയുമ്പോൾ 2π/3 വരും. മൈനസ് ഓഫ് π - π/3 എന്ന് പറയുന്നത് -2π/3. ഇത് 3 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3π - π 2π വരും. 2π/3. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയത്. But the principal branch of cos inverse is closed interval 0π. അപ്പോൾ എന്ത് പറയാം? നമുക്ക് ഏത് വാല്യൂ മാത്രമേ വരൂ? വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? 2π/3. മൈനസ് വാല്യൂ വരുമോ ഇതിൽ? ഇല്ലല്ലോ. അപ്പോൾ hence y equal to 2π/3. y എന്ന് പറയുന്നത് 2π/3 ആയാൽ എന്തിന്റെ വാല്യൂ വേണം? cos inverse -1/2 equal to എത്ര കിട്ടും? 2π/3 കിട്ടും. അല്ലെങ്കിൽ വേറൊരു രീതിയിലും ഇത് ചെയ്യാം. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് -x equal to π - cos ഇൻവേഴ്സ് x എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഏതാണ് വാല്യൂ തന്നേക്കുന്നത്? -1/2 ആണ്. കോസ് ഇൻവേഴ്സ് -1/2 equal to π - cos ഇൻവേഴ്സ് 1/2. ഇനി നോക്കുക, കോസ് ഇൻവേഴ്സ് 1/2 കോസിന്റെ ഏത് വാല്യൂവിനാണ്, അതായത് ഏത് ആംഗിളിനാണ് 1/2 കിട്ടുന്നത്? അപ്പൊ എന്ത് കിട്ടും? π - π/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3 വരും. 3π - π divided by 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് cos x by 1 - sin x equal to π/4 plus x/2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 1 + sin x. 1 + sin x കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് cos x by 1 - sin x എന്നുള്ളത് എന്തായിട്ട് മാറും? tan ഇൻവേഴ്സ് cos x into 1 + sin x. 1 + sin x കൊണ്ടാണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. cos x into 1 + sin x divided by ഈ 1 - sin x ന്റെ കൂടെ 1 + sin x. വാല്യൂവിന് വ്യത്യാസം വരത്തില്ലല്ലോ, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1 - sin x into 1 + sin x എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് cos x into 1 + sin x divided by, അതൊന്നുകൂടെ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ, 1 - sin x into 1 + sin x equal to tan inverse cos x into 1 + sin x divided by 1 - sin x into 1 + sin x. a + b into a - b ഫോമിലാണ് വന്നിരിക്കുന്നത്. a² - b². അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? 1ന്റെ സ്ക്വയർ മൈനസ് സൈനിന്റെ സ്ക്വയർ, sin² x എന്ന് എഴുതാം.
that is equal to tan inverse cos x into 1 plus sin x divided by 1 minus sin square x എന്ന് പറയുന്നത് എന്താണ് cos square x ആണ്. അപ്പം ഈ 1 minus sin square x ന് പകരം ഇവിടെ cos square x എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇനി എന്ത് എഴുതാം? ഈ കോസും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം tan inverse 1 plus sin x divided by cos x എന്നാകും ഈക്വൽ ടു tan inverse. ഇനി നോക്കുക, ഈ 1ന്റെ വാല്യൂ എന്തെന്ന് കൊടുക്കാം? sin square x by 2 plus cos square x by 2 എന്ന് കൊടുക്കാം. 1 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? sin square x by 2 plus cos square x by 2. ഇതാ ഇവിടെ 1 ഇല്ലേ? sin square x plus cos square x equal to 1 ആണ്. ആംഗിൾ ഏത് ആയാലും സ്ക്വയറിന്റെ സം കാണുമ്പോൾ 1 കിട്ടും. sin square x by 2 plus cos square x by 2 equal to 1 ആണ്. അതുപോലെ തന്നെ ഈ sin x ന് പകരം എന്തെന്ന് കൊടുക്കാം? 2 sin x by 2 into cos x by 2 കൊടുക്കുക. അതേപോലെ തന്നെ cos x ന് പകരം cos square x by 2 minus sin square x by 2 എന്ന് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളാണ്. ആ റിസൾട്ട് എല്ലാം ഇവിടെ അപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി നോക്കുക, ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് എന്ത് വരും? sin square x by 2 plus cos square x by 2 plus 2 sin x by 2 into cos x by 2 അല്ലേ? അതിന് പകരം എന്തെന്ന് കൊടുക്കാം? sin x by 2 plus cos x by 2 the whole square എന്ന് കൊടുക്കുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ sin square x by 2 plus cos square x by 2 plus 2 into sin x by 2 into cos x by 2. ആ രീതിയിൽ മാറ്റി എഴുതി ഡിവൈഡഡ് ബൈ, ഇനി നോക്കുക, cos square x by 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടുവിന് പകരം എന്ത് കൊടുക്കാം? കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 എന്ന് കൊടുക്കാം. ക്ലിയർ ആയല്ലോ? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ഇനി നോക്കുക, ലൈക്ക് ടേംസിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ സൈൻ എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2 ന്യൂമറേറ്ററിൽ അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ്, ഡിനോമിനേറ്ററിൽ അത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സൈൻ എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2ൻ്റെ ഹോൾ സ്ക്വയറിൽ നിന്ന് ഒരെണ്ണം ക്യാൻസൽ ചെയ്തു, ഡിനോമിനേറ്ററിലെ ഒരെണ്ണം ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് വരും? sin x by 2 plus cos x by 2 tan inverse sin x by 2 plus cos x by 2 divided by cos x by 2 minus sin x by 2 എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ cos x by 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. ടാനിന്റെ ടേമിൽ ടാൻ ഇൻവേഴ്സ് അല്ലേ വന്നേക്കുന്നത്, അതുകൊണ്ട് ടാനിന്റെ ടേമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് എക്സ് ബൈ 2. therefore tan inverse tan x by 2 plus 1. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടും ഡിവൈഡ് ചെയ്യണം? cos x by 2. അപ്പോൾ sin x by 2 ഡിവൈഡഡ് ബൈ cos x by 2 എന്ന് പറയുന്നത് tan x by 2. ഇവിടെ ഈ cos x by 2നെ cos x by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇനി അടുത്ത എന്താണ്? ഡിനോമിനേറ്ററിൽ cos x by 2നെ cos x by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. sin x by 2നെ ഈ cos x by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ tan x by 2 കിട്ടും. tan inverse tan x by 2, ഇനി ഈ 1ന് പകരം tan pi by 4 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1 മൈനസ് tan pi by 4 ഇൻറ്റു tan x by 2. അപ്പോൾ നമ്മുടെ റിസൾട്ടായി tan ഇൻവേഴ്സ് ഓഫ് tan, ഇവിടെ നോക്കുക, tan x by 2 പ്ലസ് tan pi by 4 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan pi by 4 ഇൻറ്റു tan x by 2 എന്നായി. അപ്പോൾ അതിനെന്ത് കൊടുക്കാം? tan pi by 4 പ്ലസ് x by 2 എന്ന് കൊടുക്കാം. അതിൻ്റെ വാല്യൂ tan ഇൻവേഴ്സ് tan വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? pi by 4 പ്ലസ് x by 2 കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. ഇനി 2012 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫംഗ്ഷൻ tan ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. പ്രിൻസിപ്പൽ വാല്യൂ tan ഇൻവേഴ്സ് 1 ആണ് തന്നിരിക്കുന്നത്. tan ഇൻവേഴ്സ് 1ന് എക്സ് എന്ന് കൊടുത്തു, ഇംപ്ലൈസ് tan x ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ tan x 1 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ ഏത് വരും? x ഈക്വൽ ടു പൈ ബൈ 4. എക്സിന് പൈ ബൈ 4 വരുമ്പോഴാണ് tan x എന്ന് പറയുന്നത് 1 ആകുന്നത്.
അപ്പോൾ π/4 ആയി. ഇനി എന്ത് വേണം? ഈ എക്സ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം? പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലുള്ള വാല്യൂ ആയിരിക്കണം ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -π/2 π/2 ആണ്. ഈ π/4 എന്ന് പറയുന്നത് ഈ π/2 -π/2നും π/2നും ഇടയിലുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ π/4 കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോമിലാക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് √1 + x² - 1/x. അതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എക്സിന് ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ടാൻ തീറ്റ ആകുമ്പോൾ ഈ വാല്യൂ എങ്ങനെ വ്യത്യാസം വരുമെന്ന് നോക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ടാൻ ഇൻവേഴ്സ്. ഈ എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? ടാൻ തീറ്റ എന്ന് വാല്യൂ കൊടുക്കണം. ടാൻ ഇൻവേഴ്സ് √1 + tan² θ - 1/tan θ എന്നാകും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു, ഇനി നോക്കുക, 1 + tan² θ എന്ന് പറയുന്നത് എന്താണ്? sec² θ ആണ്. അപ്പൊ ആ 1 + tan² θയ്ക്ക് sec² θ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -1/tan θ എന്ന് എഴുതാം. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് sec θ - 1/tan θ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇനി സീക്കിനെ 1/cos എന്ന് എഴുതാം, ടാനിനെ sin/cos എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? 1 ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 - cos θ / cos θ. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. The whole divided by sin θ / cos θ. That is equal to tan inverse 1 - cos θ divided by sin θ എന്നാകും. ഇനി നോക്കുക, ഈ 1 - cos θ എന്ന് പറയുന്നത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? cos 2θ എന്ന് പറയുന്നത് cos² θ - sin² θ ആണ്. അങ്ങനെയാണെങ്കിൽ 1 - cos θ എന്ന് പറയുന്നത് എന്ത് എഴുതാൻ പറ്റും? 2 sin² θ/2 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഇവിടെ cos θ എന്നുള്ളതിനെ cos 2θ എന്നുള്ളതിനെ cos² θ - sin² θ എന്ന് എഴുതിയാൽ cos θ എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും? cos² θ/2 - sin² θ/2 എന്ന് എഴുതാം. അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ഇതിനെ ഈ cos² θയെ സൈനിന്റെ ടേമിലോട്ട് മാറ്റുക. അപ്പോൾ എന്ത് വരും? 1 - 2 sin² θ എന്ന് വരും. അപ്പോൾ 2 sin² θയെ ഒരു സൈഡിൽ കൊണ്ടുവരിക. 1 - cos θ എന്ന് ആൻസർ കിട്ടും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളാണ്. ഇതൊന്നുകൂടെ ചെയ്ത് നോക്കുക. അതായത് ഈ റിസൾട്ടിൽ നിന്നാണ് ഇതിലോട്ട് വരുന്നത്. 1 - cos θയ്ക്ക് പകരം 2 sin² θ/2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 sin² θ/2 ഡിവൈഡഡ് ബൈ sin θ എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം? 2 sin θ/2 ഇൻറ്റു cos θ/2 എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? sin θ/2 ക്യാൻസൽ ചെയ്തിട്ട് tan θ/2 എന്ന് ആൻസർ കിട്ടും. അപ്പൊ tan ഇൻവേഴ്സ് tan θ/2 എന്ന് പറയുന്നത് എന്താണ്? θ/2 ആണ്. ഇനി നോക്കുക, തീറ്റയുടെ വാല്യൂ എന്താണ്? x = tan θ ആണെങ്കിൽ θ = tan ഇൻവേഴ്സ് x. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? tan ഇൻവേഴ്സ് x. 2013 മാർച്ചിലേത് നോക്കാം. Find the principal value of sin inverse 1/2. Second question, show that sin inverse 3/5 minus sin inverse 8/17 equal to cos inverse 84/85 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അത് നമ്മൾ കുറേ ചെയ്തതാണ്. sin inverse 1/2 equal to എന്താണ്? π/6. അതായത് സൈനിന്റെ ഏത് ആംഗിളിലാണ് 1/2 വാല്യൂ, സൈനിന് 1/2 വാല്യൂ കിട്ടുന്ന ഏത് ആംഗിൾ ആണെന്ന് നോക്കുക. π/6ലാണ്. അപ്പോൾ അത് ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ π/6 എന്ന് പറയുന്നത് സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ, സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാണോ നോക്കുക. അപ്പോൾ കറക്റ്റ് മൈനസ് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2ന് ഇടയിലാണ് ഈ π/6 എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. sin inverse 1/2 equal to π/6. ഇതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് നോക്കുക.
സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് സൈൻ ഇൻവേഴ്സ് 8/17 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സൈൻ ഇൻവേഴ്സ് 3/5 എക്സ് എന്നും സൈൻ ഇൻവേഴ്സ് 8/17 y എന്നും കൊടുത്തു. അപ്പൊ സൈൻ ഇൻവേഴ്സ് 3/5 എക്സ് ആണെങ്കിൽ എന്തെഴുതാം? സൈൻ എക്സ് എന്ന് പറയുന്നത് 3/5 എന്ന് എഴുതാം. അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് 8/17 എന്നുള്ളത് y ആണെങ്കിൽ സൈൻ y ഈക്വൽ ടു 8/17 എന്ന് എഴുതാം. ഇനി നോക്കുക, സൈനിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോസിന്റെ വാല്യൂലോട്ട് മാറ്റുക. ഇവിടെ കോസിലല്ലേ ആൻസർ കിടക്കുന്നത്, അപ്പൊ കോസിന്റെ ടൈമിലോട്ട് മാറ്റുക. നെക്സ്റ്റ് വൺ, നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് ആണ് കോസ് സ്ക്വയർ എക്സ്, അതായത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അതിൽ നിന്ന് കോസ് സ്ക്വയർ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് വരും. അതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ്, ഇവിടെ സൈൻ എക്സിന്റെ വാല്യൂ അറിയാം 3/5 ആണ്. അപ്പം സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 സ്ക്വയർ ബൈ 5 സ്ക്വയർ 9/25 വരും. സോൾവ് ചെയ്യുമ്പോൾ 25 into 1 25 മൈനസ് 9 ദ ഹോൾ ഡിവൈഡഡ് ബൈ 25 16 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ കോസ് എക്സിന്റെ വാല്യൂ കിട്ടി 4/5. ഇത് കോസ് സ്ക്വയറിന്റെ വാല്യൂ ആണ് 16/25. അതുകൊണ്ട് കോസ് എക്സ് എന്ന് പറയുന്നത് 4/5 ആയി. അതേപോലെ തന്നെ കോസ് വൈയുടെയും വാല്യൂ കാണുക. കോസ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ ആണ്. അപ്പോൾ അതിനെ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ഡിവൈഡഡ് ബൈ 289 വരും. ദാറ്റ്സ് ഈക്വൽ ടു 289 മൈനസ് 64 ഡിവൈഡഡ് ബൈ 289 ദാറ്റ്സ് ഈക്വൽ ടു 225 ഡിവൈഡഡ് ബൈ 289. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? കോസ് വൈ എന്ന് പറയുന്നത് 15/17 ആയി. ഇനി അടുത്ത റിസൾട്ട് കോസ് ഓഫ് എക്സ് മൈനസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസൾട്ട്. കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് cos x into cos y plus sin x into sin y ആണ്. ഈ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? cos x എന്ന് പറയുന്നത് 4/5 into cos y എന്ന് പറയുന്നത് 15/17 plus 3/5 into 8/17 that is equal to, ഇവിടെ നോക്കാം 5 into 17 ആണ് LCM വരുന്നത്. 15 into 4 plus 3 into 8 കണ്ടുപിടിക്കുക. 84 ഡിവൈഡഡ് ബൈ 85 വന്നു. അപ്പൊ എന്തിന്റെ വാല്യൂ ആണ് കിട്ടിയത്? കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 84/85 എന്ന് കിട്ടി. That is x minus y equal to cos inverse of 84/85. ഇനി നോക്കുക, ഈ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഇൻവേഴ്സ് 4 സൈൻ ഇൻവേഴ്സ് 3/5. നമ്മൾ ഇവിടെ എന്തിനാണ് വാല്യൂ കൊടുത്തത്? എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/5 എന്നല്ലേ കൊടുത്തേ? അപ്പൊ ഇവിടെ കിട്ടും സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് സൈൻ ഇൻവേഴ്സ് 8/17 ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85. ഇവിടെ വാല്യൂ നോക്കുക, ഇവിടെ എക്സ് മൈനസ് വൈ ആണ് കിട്ടിയത്. എക്സിന് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ ലെറ്റ് സൈൻ ഇൻവേഴ്സ് 3/5 ഈക്വൽ ടു എക്സ്. അപ്പൊ ആ എക്സിന് പേര് സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് 8/17 ഈക്വൽ ടു വൈ. ആ വൈക്ക് പകരം ഇവിടെ സൈൻ ഇൻവേഴ്സ് 8/17 കൊടുക്കുക. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 84/85. ചോദിച്ച ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് മൈനസ് 1/2. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. അതും ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് 2015 ചോദിച്ചത് വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 160. Second question, 2 tan inverse 1/2 plus tan inverse 1/7 equal to tan inverse 31/17. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് സൈൻ 160. സൈൻ ഇൻവേഴ്സ് സൈൻ എന്ത് വേണം? പൈയുടെ ടേമിലോട്ട് മാറ്റി എഴുതുക. 180 മൈനസ് 20 എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈൻ 20 വരും, 20 ഡിഗ്രി. ഇതാണ് അതിന്റെ ആൻസർ.
ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് നോക്കി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് 2016 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് xy less than 1, then tan inverse x plus tan inverse y equal to dash. Prove that 2 tan inverse 1 by 2 plus tan inverse 1 by 7 equal to tan inverse 31 by 17. അപ്പം 15ലും 16ലും ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് മൈനസ് 1 by root 3. Next question, solve tan inverse x minus 1 by x minus 2 plus tan inverse x plus 1 by x plus 2 equal to pi by 4. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. കോട്ട് ഇൻവേഴ്സ് മൈനസ് 1 by root 3 equal to pi minus കോട്ട് ഇൻവേഴ്സ് 1 by root 3 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by root 3 വരുന്ന ഏത് വാല്യൂവിനാണ്? pi by 3 അപ്പോൾ pi minus pi by 3 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 pi by 3. Next question, tan inverse x minus 1 by x minus 2 plus tan inverse x plus 1 by x plus 2 equal to pi by 4 തന്നിട്ടുണ്ട്. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം tan inverse x minus 1 by x minus 2 plus tan inverse x plus 1 divided by x plus 2 equal to റിസൾട്ട് അപ്ലൈ ചെയ്യുക. tan inverse of x minus 1 divided by x plus 2 x minus 2 plus x plus 1 divided by x plus 2 the whole divided by 1 minus x minus 1 by x minus 2 into x plus 1 divided by x plus 2. അതിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? pi by 4 തന്നിട്ടുണ്ട്. ഇനി സിംപ്ലിഫൈ ചെയ്യുക. tan ഇൻവേഴ്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. LCM x minus 2 into x plus 2 വരും. അപ്പോൾ x minus 1 into x plus 2 അതിവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് x minus 2 into x plus 1 divided by x minus 2 into x plus 2 the whole divided by x minus 2 into x plus 2 minus x minus 1 into x plus 1 the whole divided by x minus 2 into x plus 2. ഈ x minus 2 x plus 2 ക്യാൻസൽ ചെയ്യാം. ബാലൻസ് എന്ത് വരും? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. x square plus x minus 2 plus x square minus x minus 2 the whole divided by x square minus 4 minus x minus of x square minus 1. That's equal to pi by 4. ഇനി നോക്കുക, അടുത്തത് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ 2x square minus 4 divided by minus 3 കിട്ടും. That's equal to 1. tan ഇൻവേഴ്സ് അല്ലേ, അപ്പം tan pi by 4 എന്ന് എഴുതാം. tan pi by 4 equal to 1 ആണ് ആ വാല്യൂ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2x square minus 4 divided by minus 3 equal to 1 എന്ന് വരും. That's equal to 2x square equal to 1, x equal to plus or minus 1 by root 2. അപ്പോൾ സൊല്യൂഷൻ സോൾവ് ചെയ്യാനെന്ന് പറഞ്ഞിരിക്കുന്നത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. x equal to plus or minus 1 by root 2. 2018 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. അപ്പോൾ ഈ തന്നേക്കുന്നത് ഓപ്ഷൻസ് ആണ്. ടാൻ ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്. അപ്പോൾ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അതേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ചോദിച്ചത്. നോക്കാം. ഗ്രാഫ് ഈ ഗ്രാഫ് എന്തിൻ്റെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് എന്തിന്റെ ഗ്രാഫാണ്? അവിടെ നോക്കുക. എക്സ് വാല്യൂസ്, എക്സ് ആക്സിസിലെ വാല്യൂസ് ആണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഡൊമൈൻ വാല്യൂസ് -1 മുതൽ 1 വരെയാണ്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ -1 1 വരെയാണ്. റേഞ്ച് എന്ന് പറയുന്നത് -π/2 മുതൽ π/2 വരെയാണ്. അപ്പൊ ഇത് എന്തിന്റെയാണ്? സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് ആണ്. ഡൊമൈൻ -1 1, ക്ലോസ്ഡ് ഇന്റർവൽ -1 1, റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് 2/11 ഈക്വൽ ടു tan ഇൻവേഴ്സ് 3/4. ഇത് എളുപ്പമാണ്. ആ റിസൾട്ട് അപ്ലൈ ചെയ്താൽ മതി. tan ഇൻവേഴ്സ് x പ്ലസ് tan ഇൻവേഴ്സ് y ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് 6y എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യുക. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
tan inverse 1/2 plus tan inverse 2/11. Question എഴുതി ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ ടു tan inverse of 1/2 plus 2/11 divided by 1 minus 1/2 into 2/11. That is equal to tan inverse 11 plus 4 divided by 22 the whole divided by 22 minus 2 divided by 22. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് വരും 15 divided by 20 വരും. 15 divided by 20 എന്ന് പറയുന്നത് എത്രയാണ് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം 3/4. tan inverse 3/4 വരും ആൻസർ. ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. If A equal to sin inverse 2x divided by 1 plus x square, B equal to cos inverse 1 minus x square divided by 1 plus x square, and C equal to tan inverse 2x divided by 1 minus x square satisfies 3A minus 4B plus 2C equal to pi/3, then find x. ഈ റിസൾട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഒരു റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുക ഏതാ റിസൾട്ട് എന്ന്. സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം എന്തെന്ന് കൊടുക്കാം 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് 2 tan ഇൻവേഴ്സ് എക്സിന് ഈക്വൽ ആണ്. ആ റിസൾട്ട് പഠിച്ചതാ. അതേപോലെ തന്നെ tan ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും 2 tan ഇൻവേഴ്സ് എക്സിന് ഈക്വൽ ആണ്. അപ്പം എ എന്ന് പറയുന്നതിന് പകരം എന്ത് കൊടുക്കാം 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. ബിക്ക് പകരം 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. സിക്ക് പകരവും 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. ഇനി തന്നേക്കുന്ന ഏതാണ് എക്സ്പ്രഷൻ 3a മൈനസ് 4b പ്ലസ് 2c. ഈ ഇതിനകത്ത് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം 3a മൈനസ് 4b പ്ലസ് 2c ഈക്വൽ ടു pi/3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം 3a മൈനസ് 4b പ്ലസ് 2c ഈക്വൽ ടു 3 ഇൻറ്റു 2 tan ഇൻവേഴ്സ് എക്സ്. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് 4 ഇൻറ്റു 2 tan ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 ഇൻറ്റു 2 tan ഇൻവേഴ്സ് എക്സ്. ഇവിടെ 3 ഇൻറ്റു 2 6. 6 മൈനസ് 8 പ്ലസ് 4. അപ്പോൾ എന്ത് വരും 2 വരും. 6 പ്ലസ് 4 10. 10 മൈനസ് 8 2. 2 tan ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു pi/3. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു pi/6. ഈ 2നെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ pi/6 വരും. tan ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു pi/6 ആയി. tan ഇൻവേഴ്സ് എക്സ് pi/6 ആണെങ്കിൽ എക്സിന് എന്തെന്ന് കൊടുക്കാം tan pi/6 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3. അപ്പോൾ എക്സിന്റെ വാല്യൂ 1/√3. സോറി 1/3 അല്ല 1/√3 കിട്ടി. ചോദിച്ച ക്വസ്റ്റ്യൻ if xy less than 1 then tan inverse x plus tan inverse y equal to dash. ഇത് പ്രീവിയസ് ചോദിച്ചതാണ്. നെക്സ്റ്റ് tan inverse 2x plus tan inverse 3x equal to pi/4. find x. ഒന്നാമത്തെ ആൻസർ tan inverse x plus y divided by 1 minus xy. സെക്കൻഡ് tan inverse 2x plus tan inverse 3x equal to pi/4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണം tan inverse 2x plus 3x equal to tan inverse 2x plus 3x divided by 1 minus 2x into 3x എന്ന് എഴുതാം. That is equal to pi/4 implies tan inverse 5x divided by 1 minus 6x square. 2x plus 3x 5x. 1 minus 2 into 3 6 x into x x square. 1 minus x square എന്ന് എഴുതാം equal to pi/4. അപ്പോൾ ഇനി എന്ത് വേണം tan ഇൻവേഴ്സ് ആണ് ഇവിടെ കിട്ടിയത്. ഈ tan ഇൻവേഴ്സ് tan pi/4 എന്നാകും. 5x by 1 minus 6x square equal to tan pi/4. tan pi/4ന്റെ വാല്യൂ 1 ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും. 6x square plus 5x minus 1 equal to 0. അപ്പോൾ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. 1/6 മൈനസ് 1. എക്സിന് ഏത് വാല്യൂ വരും അപ്പോൾ x equal to 1/6 എന്ന വാല്യൂ. ഇത്രയാണ് 2020 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനകത്തുനിന്ന്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.